കർക്കിടക മാസത്തിലെ ആദിവ്യാധികൾ ഒഴിവാക്കാനായി നടത്തപ്പെടുന്ന അനുഷ്ഠാന കലാരൂപമാണ് ആടിവേടൻ തെയ്യം. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് കുറ്റേരിയിൽ വലിയപുരയിൽ തറവാട്ടുകാർ നടത്തുന്ന ആടിവേടൻ തെയ്യക്കാഴ്ചകളാണ് ഇന്ന് പത്മ ഹെറിറ്റേജിൽ. ഉത്തര മലബാറിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കർക്കിടക മാസത്തിൽ കെട്ടിവരുന്ന തെയ്യമാണ് വേടൻ തെയ്യം. കണ്ണൂർ തളിപ്പറമ്പ് കുറ്റേരിയിലെ വലിയപുരയിൽ തറവാട്ടിൽ നിന്ന് കാലങ്ങളായി കർക്കിടകം 7-നും 16-നുമായി വേടൻ എന്ന കുട്ടിത്തെയ്യം ഇറങ്ങുന്നു. കർക്കിടക മാസത്തിലെ ആദിവ്യാധികൾ മാറ്റുവാനായി എത്തുന്ന തെയ്യമാണ് വേടൻ തെയ്യം. തെയ്യം ഒരുക്കുന്നതിന് പൂക്കൾ കെട്ടി തയ്യാറാക്കണം. അതിനായി തെങ്ങോലപ്പട്ടയിൽ നിന്ന് ചീന്തുകൾ തയ്യാറാക്കുന്നതിന് പാന്തമെന്ന് പറയുന്നു. പാന്തത്തിൽ ചുവന്ന തുണി കെട്ടി അതിൽ തെച്ചിപ്പൂവ് വച്ച് കെട്ടുന്നു. തെയ്യം കെട്ടുന്നതിൻ്റെ തലേ ദിവസം രാത്രി തന്നെ തെയ്യത്തിന് വേണ്ട പൂക്കൾ നിർമ്മിച്ചെടുക്കുന്നു. തെയ്യം കെട്ടുന്ന വീട്ടിലെ ഓരോരുത്തരും തെച്ചിപ്പൂവ് കൈവിരലുകൾക്കിടയിൽ കോർത്തു പിടിച്ചിട്ടുണ്ടാകും. അത് ഒതുക്കി ഒതുക്കി കെട്ടിയെടുക്കുന്നു. തലപ്പൂവ്, ചെന്നിപ്പൂവ്, കഴുത്തിൽ പൂവ്, കൈത്തണ്ട, കാതിൽപ്പൂ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പൂക്കൾ കെട്ടി തയ്യാറാക്കുന്നു. അതിനുശേഷം വെള്ളി അലുക്കുകൾ തുന്നിക്കെട്ടുന്നു. തലപ്പൂവിൽ നാഗഫണവും വെള്ളിപ്പൂവും കെട്ടുന്നു. ചെന്നിമലരിൽ കുണ്ടലം കോർത്ത് കെട്ടുന്നു. ഇതെല്ലാം വെള്ളി കൊണ്ട് നിർമ്മിച്ച അലങ്കാരങ്ങളാണ്. ഇത്തരം അലങ്കാരപ്പണികൾ ഒരിടത്ത് നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് കുട്ടിത്തെയ്യങ്ങളുടെ മുഖത്തെഴുത്ത് തുടങ്ങുകയാണ്. ആദ്യം എഴുതുന്നത് കൺമഷിയാണ്. പിന്നെ കടുത്ത ഓറഞ്ച് നിറമുള്ള മനയോല എഴുതുന്നു. കണ്ണു വലുതാക്കി വരച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. മുഖത്തെഴുത്ത് എന്നാണ് ഇതിനെ പറയുന്നത്. മുഖത്തെഴുത്ത് കഴിഞ്ഞാൽ തലയിൽ കിരീടം ഉറപ്പിക്കലായി. ചുവന്ന വസ്ത്രം ഉടുത്ത് കെട്ടുന്നു. അരയിൽ ചുവന്ന വസ്ത്രത്തിന് മുകളിലായി വെള്ള തുണി കെട്ടുന്നു. ചൂറ എന്നാണ് ഈ വെള്ളത്തുണിയെ പറയുക. അവസാനമായി ചുണ്ടിൽ ചായില്യം പുരട്ടുന്നു. തെയ്യക്കോലം കെട്ടുന്ന മുതിർന്നവരാണ് കുട്ടികളെ ഇതിനായി തയ്യാറാക്കുന്നത്. ഇവിടെ നിന്ന് 4 വേടൻ തെയ്യമാണ് ഈ വർഷം കെട്ടിയിറങ്ങുന്നത്. ഒരു കുട്ടി വേടൻ തെയ്യം കെട്ടിയിറങ്ങിയാൽ തെയ്യം എന്ന അനുഷ്ഠാന കലയിലേക്ക് ചുവട് വയ്ക്കുന്നുവെന്ന് കണക്കാക്കുന്നു. വേടൻ തെയ്യം കെട്ടുന്ന വീട്ടിലെ സന്നിധാനത്ത് ആരാധിച്ചു വരുന്ന ദൈവങ്ങളെ വേടൻ തെയ്യം അരിയിട്ട് പ്രാർത്ഥിക്കുന്നു. മുതിർന്നവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിയാണ് വേടൻ തെയ്യം ഇറങ്ങുന്നത്. കുറ്റേരി വടക്കേടത്ത് സോമേശ്വരി ക്ഷേത്രത്തിന്റെ നടയിൽ ആദ്യം വേടൻ പാട്ട് പാടുന്നു. എളമ്പിലാന്തട്ട് തറവാട്ടിൽ മൂപ്പ് കഴിച്ചതിന് ശേഷമാണ് വേടൻ തെയ്യങ്ങൾ പല വഴിക്കായി പിരിയുന്നത്. വീട് വീടാന്തരം കർക്കിടക മാസത്തിലെ ആദിവ്യാധികൾ ഒഴിയുവാനായി കയ്യിൽ മണി പിടിച്ച് ചെണ്ട കൊട്ടി പാട്ട് പാടുന്നു. അരവ മണിന്താരൻ മകനായ കരിമുഖവ എന്ന പാട്ടും ഉണ്ണികൃഷ്ണനും കൃപയോടെ തുണ ചെയ്യുന്നിൽ എന്നുള്ള പാട്ടും പാടി സ്തുതിക്കുന്നു. മഹാഭാരതത്തിൽ പഞ്ചപാണ്ഡവരിലെ അർജുനൻ പാശുപതാസ്ത്രം ലഭിക്കാനായി ശിവനെ തപസ് ചെയ്യുന്നു. അർജുനന്റെ ഭക്തി പരീക്ഷിക്കാനായി ശിവൻ കിരാതവേഷത്തിൽ വേടനായും പാർവതി ആടിവേഷത്തിലും എത്തുന്നു. അർജുനൻ ഒരു പന്നിയെ അമ്പെയ്ത് കൊല്ലുന്നു. കിരാതനും ഇതേ പന്നിയെ അമ്പെയ്യുന്നു. പന്നിയെ കൊന്നതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ആ യുദ്ധത്തിൽ കിരാതൻ അർജുനനെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. കിരാതനാൽ താൻ തോറ്റുവെന്ന പ്രയാസം സഹിക്കാൻ വയ്യാതെ അർജുനൻ ശിവനെ പൂജിക്കുന്നു. അർച്ചന ചെയ്യുന്ന പുഷ്പങ്ങളെല്ലാം ചെന്ന് വീഴുന്നത് കിരാതന്റെ മുൻപിലാണ്. കിരാതൻ ശിവനാണെന്ന് അർജുനൻ മനസ്സിലാക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നതോടെ ശിവൻ പാശുപതാസ്ത്രം സമ്മാനിക്കുകയും ചെയ്യുന്നു. ഇതാണ് വേടൻ തെയ്യത്തിന്റെ ഇതിവൃത്തം. ശിവൻ വേടരൂപത്തിൽ വന്നതിൻ്റെ പ്രതീകമാണ് വേടൻ തെയ്യം. ആടിതെയ്യം പാർവതി സങ്കല്പത്തിലും ഗളിഞ്ചൻ തെയ്യം അർജുനൻ എന്ന സങ്കല്പത്തിലുമാണ് വീടുകളിൽ എത്തുന്നത്. ആടിതെയ്യം കെട്ടുന്നത് വണ്ണാൻ സമുദായക്കാരാണ്. വേടൻ തെയ്യം കെട്ടുന്നത് മലയ സമുദായക്കാരുമാണ്.
കർക്കടക ദുരിതങ്ങൾ മാറ്റാനായി വീടുകളിൽ എത്തുന്ന വേടന് പണവും അരിയും ദക്ഷിണയായി കൊടുക്കുന്നു. വീട്ടുകാർ മഞ്ഞ നിറത്തിലും കറുപ്പു നിറത്തിലുമുള്ള കുരിശ് തയ്യാറാക്കി വേടൻ പാട്ട് കഴിയുന്നതോടെ മുറ്റത്തേക്ക് മറിക്കുകയും ചെയ്യുന്നു. വേടൻ തെയ്യത്തിന് കറുത്ത കുരിശിയും ആടി തെയ്യത്തിന് മഞ്ഞ കുരിശിയുമാണ് തയ്യാറാക്കേണ്ടത്. കറുത്ത കുരിശി തെക്കോട്ടും മഞ്ഞ കുരിശി വടക്കോട്ടും മറിക്കുന്നു. കുരിശി മറിച്ചാൽ കർക്കിടകത്തിലെ മാരി ഒഴിഞ്ഞു പോകുന്നു എന്നാണ് വിശ്വാസം. ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്ന വേടൻ തെയ്യം തിരിച്ച് സ്വന്തം വീട്ടിലെത്തിയാൽ വീടിന് സമീപത്തുള്ള കാഞ്ഞിരത്തറയിൽ വെച്ച് വേടനെ പറഞ്ഞയക്കുക എന്ന ചടങ്ങ് നടത്തുന്നു. മൃഗങ്ങൾ മറ്റും കൂട്ടത്തി തറുന്ന കാട്ടാന ഇളകിപ്പാഞ്ഞു. മുറത്തിൽ കാഞ്ഞിരത്തിന്റെ ഇലയിൽ തിരികൊളുത്തി വയ്ക്കുന്നു. അരി, ചക്കക്കുരു, കുരുമുളക് എന്നിവയും മുറത്തിൽ ഉണ്ടാകുന്നു. ഇതെല്ലാം കൂടി വേടൻ തെയ്യം കെട്ടിയവരെ ഒഴിയുന്നു. ഒരു തുണി കൊണ്ട് മുഖത്തെ എഴുത്ത് മായ്ച്ചെടുത്ത് കാഞ്ഞിരത്തറയിൽ ഉപേക്ഷിക്കുന്നു. കാഞ്ഞിരത്തറയിൽ ഈ ചടങ്ങുകൾ അവസാനിച്ചാൽ വേടൻ തെയ്യം കെട്ടിയ കുട്ടികളെ അകത്ത് പായയിൽ ഇരുത്തി മധുരം കൊടുക്കുന്നു. ആദ്യമായി വേടൻ തെയ്യം കെട്ടുമ്പോഴാണ് മധുരം കൊടുക്കുന്ന പതിവുള്ളത്. വിളക്ക് കൊളുത്തി വെച്ച് പല വിധത്തിലുള്ള പലഹാരങ്ങളും പഴങ്ങളും തൂശനിലയിൽ നിറച്ചു വെച്ചിരിക്കും. ഉണ്ണിയപ്പവും പ്രഥമനും നിർബന്ധ വിഭവങ്ങളാണ്. വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ ഓരോരുത്തരും കുട്ടികളെ അരി തിരിച്ച് അനുഗ്രഹിച്ച് മധുരവും നൽകുന്നു. ഇതോടെ വേടൻ തെയ്യത്തിന് സമാപനമാകുന്നു. വടക്കൻ കേരളത്തിന്റെ അനുഷ്ഠാന കലാരൂപമായ വേടൻ തെയ്യമെന്ന കുട്ടിത്തെയ്യങ്ങൾ വീണ്ടും കാണുവാൻ അടുത്ത കർക്കിടകം വരേക്കും വീണ്ടും ഒരു കാത്തിരിപ്പിന്റെ കാലം കൂടി.